ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, റിക്കേച്ച് ഫ്രം റേസ്. IIT പോലുള്ള NIT പോലുള്ള ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും റേസിൻ്റെ JEE മെയിൻ ലൈവ് ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇനി സെക്കൻഡ് സെക്ഷന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. ഓൾറെഡി JEE മെയിൻ ഫസ്റ്റ് സെക്ഷൻ എക്സാം എഴുതി കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ. ആ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് പറ്റിയ പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ തകൃതിയായിട്ട് നിങ്ങൾ സെക്ഷൻ 2-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോ കാണുന്ന മുഴുവൻ കുട്ടികളും ഫസ്റ്റ് സെക്ഷനിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും, നിങ്ങളുടെ പേപ്പർ മാത്രമല്ല, നിങ്ങൾ എഴുതിയ പേപ്പർ മാത്രമല്ല, മുഴുവൻ പേപ്പറും നിങ്ങൾ നിർബന്ധമായിട്ട് സോൾവ് ചെയ്തിരിക്കണം. റേസിൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോ ആയിട്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളുടെ JEE സെക്ഷൻ 1-ൻ്റെ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുഴുവൻ പേപ്പറും സോൾവ് ചെയ്യുക. അങ്ങനെ പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത്, സെക്ഷൻ 1-ൻ്റെ പേപ്പറുകൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത്, നിങ്ങളുടെ പോരായ്മകൾ നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാൻ അതിലൂടെ സാധിക്കും. എന്നിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത്, ആ ഭാഗങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച് സെറ്റായി മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് റേസിൻ്റെ ഈ അവസാന ലാപ്പ് പ്രിപ്പറേഷനുമായിട്ട് സീരീസുമായിട്ട് റേസ് നിങ്ങൾക്കൊപ്പം വരുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളുടെ മുഴുവൻ ചാപ്റ്ററുകളുടെയും മുഴുവൻ ടോപ്പിക്കുകളും, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ ഉൾപ്പെടെയുള്ള ടോപ്പിക്കുകളിൽ നിന്ന് റേസിൻ്റെ എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസുമായിട്ടാണ് റേസ് വരുന്നത്. എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് റിവൈസ് ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് കൂളായിട്ട് നിങ്ങൾക്ക് സെക്ഷൻ 2-ലെ എക്സാം ഹാളിലേക്ക് പോകാൻ ഈ ലൈവ് ഡിസ്കഷൻ നിങ്ങൾക്ക് സഹായിക്കും. എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് ഓടിച്ചു പോകാം. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ റിവൈസ് ചെയ്യാം. കൂടുതൽ തിയറി ഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സെക്ഷൻ 1-ൻ്റെ ഉൾപ്പെടെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ക്ലിയർ അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയുടെ ആദ്യത്തെ 4 ചാപ്റ്ററുകൾ, സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഈ 4 ചാപ്റ്ററുകളിൽ നിന്ന് സെക്ഷൻ 2-ന് നിങ്ങൾക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരിക, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നാളെ നിങ്ങൾക്ക് ഫിസിക്സ് ഉണ്ട്, മറ്റന്നാൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സും ഉണ്ട്. അങ്ങനെ ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ കൃത്യം 8 മണിക്ക് റേസിൻ്റെ യൂട്യൂബ് ചാനൽ വരിക, ഡിസ്കഷന്റെ ഭാഗമാവുക, ഗംഭീരമായിട്ട് മുന്നോട്ടേക്ക് പോവുക. പ്രിപ്പറേഷൻ ക്ലിയർ അല്ലേ? സോ നമുക്ക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയും ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം എല്ലാവരും ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ ചാറ്റ് ബോക്സിൽ പറയാ. A ആണോ, B ആണോ, C ആണോ, D ആണോ, ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ പറയാം. നോക്കി നിങ്ങൾ. among the following statements that which was not proposed by Dalton was. that which was not proposed by Dalton. ഡാൽട്ടൺസ് പ്രപ്പോസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോക്ക് നിങ്ങൾ. കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റെക്കഗ്നൈസേഷൻ ഓഫ് ആറ്റംസ്. ദർ ആർ നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. All the atoms of a given element have identical properties including identical mass. Atoms of different elements different in mass. Option C നോക്കി. When gases combine or reproduce in a chemical reaction, they do so in a simple ratio by volume. Provided all gases are at the same temperature and pressure, matter consists of individual atoms. ഇതിൽ ഏതാണ് ഡാൽട്ടൺ പ്രപ്പോസ് ചെയ്യാത്തത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനും പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗെയ്ലു-സാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം ഒക്കെ പഠിച്ച ആളുകളാണ് നിങ്ങൾ. ആ സമയത്ത് നിങ്ങൾ കൃത്യവും വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ഗെയ്ലു-സാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഗെയ്ലു-സാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഡാൽട്ടൺസ് അറ്റോമിക് തിയറിക്ക് സാധിച്ചിട്ടില്ല.
എന്താണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം പറയുന്നത്? നോക്കിക്കോളെ. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗ്യാഷ്യസ് പ്രൊഡക്റ്റ്, ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടായാൽ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും വോളിയത്തിന്റെ റേഷ്യോ ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഇതാണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗ്യാഷ്യസ് പ്രൊഡക്റ്റ്, ദ റേഷ്യോ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ വോളിയം ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് വിൽ ബി എ സിമ്പിൾ റേഷ്യോ. ഗ്യാസസ് കമ്പൈൻ ചെയ്തിട്ട് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടായാൽ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും വോളിയത്തിന്റെ റേഷ്യോ സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഇതാണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഡാൽട്ടൺസ് അറ്റോമിക് തിയറിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ ഓപ്ഷൻ സി നോക്ക്. വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ റിപ്രൊഡ്യൂസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം. ഗ്യാസസ് കമ്പൈൻ ചെയ്ത് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടായാൽ വോളിയത്തിന്റെ റേഷ്യോ സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഇത് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡാൽട്ടന് സാധിച്ചിട്ടില്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഡാൽട്ടൺസ് അറ്റോമിക് തിയറിക്ക് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ഓപ്ഷൻ സി ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ക്ലിയർ. നെക്സ്റ്റ് നിങ്ങൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. an unknown chlorohydrocarbon has 3.55% of chlorine. If each molecule of the hydrocarbon has one chlorine atom only, chlorine atoms present in 1 gram of chlorohydrocarbon are. ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ, ക്ലോറിൻ എന്ന എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3.55% ആണ്. ഒരു മോളിക്യൂളിനകത്ത് ഒരു ക്ലോറിൻ ആറ്റമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ക്ലോറോഹൈഡ്രോകാർബണിനകത്ത് എത്ര ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റും അതുപോലെ മാസ് പെർസെൻറ്റേജും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എടാ, ആ ക്ലോറോഹൈഡ്രോകാർബൺ എന്ന കോമ്പൗണ്ടിനകത്തുള്ള ക്ലോറിന്റെ മാസ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് 3.55% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ക്ലോറോഹൈഡ്രോകാർബണിനകത്തുള്ള ക്ലോറിൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. ഇവിടെ എന്താടാ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? It is the mass of the element present in 100 gram compound. 100 gram compoundനകത്തുള്ള ഒരു എലമെന്റിന്റെ മാസിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ദാറ്റ് എലമെന്റ് എന്ന് പറയാം. ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി എലമെന്റ് പ്രസന്റ് ഇൻ 100 gram കോമ്പോണന്റ്. അതായത് മാസ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ 3.55% എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 3.55 ഗ്രാം ആരുണ്ടാവും? ക്ലോറിൻ ഉണ്ടാവും. ഇതാണ് മാസ് പെർസെൻറ്റേജ്. എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും. ക്ലോറോഹൈഡ്രോകാർബണിനകത്തുള്ള ക്ലോറിന്റെ മാസ് പെർസെൻറ്റേജ് 3.55%. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കോമ്പോണന്റിനകത്തുള്ള ഒരു എലമെന്റിന്റെ മാസ് എത്ര എന്ന് പറയുന്നതാണ്. സോ മാസ് പെർസെൻറ്റേജ് 3.55% എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 3.55 ഗ്രാം ക്ലോറിൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടാവും? 3.55 ഡിവൈഡഡ് ബൈ 100 ഗ്രാം ക്ലോറിൻ ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.0355 ഗ്രാം ക്ലോറിൻ ആണ്. ക്ലിയർ അല്ലേ? സോ 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 0.0355 ഗ്രാം ക്ലോറിൻ ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടെന്നാണ് ചോദിച്ചത്. അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 1 ഗ്രാം ക്ലോറോഹൈഡ്രോകാർബൺ എന്ന കോമ്പൗണ്ടിനകത്ത് എത്ര ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് എത്ര ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 0.0355 ഗ്രാം ക്ലോറിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗ്രാം ക്ലോറിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് നോക്കിയാൽ പോരെ? 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് ഇത്രയും ഗ്രാം ക്ലോറിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗ്രാം ക്ലോറിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് നോക്കിയാൽ പോരെ? ക്ലിയർ. മോൾ കോൺസെപ്റ്റ് കൃത്യവും വ്യക്തമായിട്ട് പഠിച്ച ആളുകളാണ് നിങ്ങൾ. ക്ലിയർ അല്ലേ? അവഗാഡ്രോ നമ്പർ ഒക്കെ പഠിച്ച ആളുകളാണ് നിങ്ങൾ. ഏതൊരു ആറ്റത്തിനെയും അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ അവഗാഡ്രോ നമ്പർ ആറ്റങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
ഏതൊരു മോളിക്യൂളിനെയും ഗ്രാം മോളിക്കുലാർ മാസിലെടുത്താൽ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾ ഉണ്ടാവും. ഏതൊരു ആറ്റത്തിനെയും ഗ്രാം അറ്റോമിക് മാസിലെടുത്താൽ അവഗാഡ്രോ നമ്പർ ആറ്റം ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഏതൊരു ആറ്റത്തിനെയും അതിന്റെ ഗ്രാം അറ്റോമിക് മാസിലെടുത്താൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ക്ലോറിനെയും അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 35.5 ഗ്രാം എടുത്താൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ദാറ്റ് മീൻസ് 6.022 into 10⁻23 ക്ലോറിൻ ആറ്റംസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? 35.5 ഗ്രാം ക്ലോറിനകത്ത് അവഗാഡ്രോ നമ്പർ ക്ലോറിൻ ആറ്റം ഉണ്ടാവും. എടാ 35.5നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താലല്ലേ 1 2 3 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താലല്ലേ നിങ്ങൾക്ക് 0.0355 ഗ്രാം കിട്ടുക. 35.5നെ നിങ്ങൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിലും നിങ്ങൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. 10⁻3യും 10⁻23യും ക്യാൻസൽ ആയാൽ 10⁻20 ഉണ്ടാവും. അതായത് 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 6.022 into 10⁻20 ക്ലോറിൻ ആറ്റംസ് ഉണ്ടാകും. ഏതാ ഓപ്ഷൻ വരുന്നേ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾക്കൊരു ക്ലോറോ ഹൈഡ്രോ കാർബണിനകത്ത് അൺനോൺ ക്ലോറോ ഹൈഡ്രോ കാർബണിനകത്തുള്ള ക്ലോറിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 3.55 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് എത്ര ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കോമ്പൗണ്ടിനകത്ത് എത്ര ഗ്രാം എലമെന്റ് ഉണ്ട് എന്ന് പറയുന്നതാണ്. സോ ഇവിടെ മാസ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ 3.55 ഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 3.55 ഗ്രാം ക്ലോറിൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കോമ്പൗണ്ടിനകത്ത് 3.55 ഡിവൈഡ് ബൈ 100 ഗ്രാം ക്ലോറിൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗ്രാം ക്ലോറിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് നോക്കിയാൽ മതി. നമുക്ക് എന്തറിയാം? ഏതൊരു ആറ്റത്തിനെയും അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ അവഗാഡ്രോ നമ്പർ ആറ്റം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ക്ലോറിനെയും അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 35.5 ഗ്രാം എടുത്താൽ അവഗാഡ്രോ നമ്പർ ആറ്റം ഉണ്ടാവും. 35.5 ഗ്രാമിൽ അവഗാഡ്രോ നമ്പർ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 0.0355 ഗ്രാമിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് നോക്കിയാൽ സിമ്പിൾ അല്ലേ? സോ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് 6.022 into 10⁻20 ഓപ്ഷൻ ഡി നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ മോൾ കോൺസെപ്റ്റ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ, എന്ത് കിട്ടിയാൽ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അതുപയോഗിച്ച് റിലേറ്റീവ് മോള് പ്രസ്താവിക്കുന്നതും റിലേറ്റീവ് മാസ് പറയാനും റിലേറ്റീവ് വോളിയം പറയാനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഇഫ് എ റോക്കറ്റ് റൺസ് ഓൺ എ ഫ്യൂവൽ, ഏതാ ഫ്യൂവല്? C15H30 and liquid oxygen. The weight of oxygen required and carbon dioxide released for every liter of fuel respectively are. A given density of fuel is 0.756 gram per ml. അതായത് നിങ്ങൾക്ക് ഫ്യൂവൽ തന്നിട്ടുണ്ട്. ആരാ ഫ്യൂവല്? C5H30 ആണ് ഫ്യൂവല്. ആ ഫ്യൂവല് ബേൺ ചെയ്തിട്ടാണ് റോക്കറ്റ് റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ ഫ്യൂവൽ ബേൺ ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമെന്നും 1 ലിറ്റർ ഫ്യൂവൽ ബേൺ ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്നുമാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ഒരു റോക്കറ്റിനകത്തുള്ള ഫ്യൂവലാണ് C15H13. ആ 1 ലിറ്റർ ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഓക്സിജന്റെയും ആ 1 ലിറ്റർ ഫ്യൂവല് 1 ലിറ്റർ C5H30 കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമെന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? നിങ്ങൾക്കറിയാം ഹൈഡ്രോ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസിന് കമ്പഷൻ നടക്കുമ്പോൾ ദാറ്റ് മീൻസ് ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈഡ്രോ കാർബണിനെ നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. സോ നോക്കിക്കോ, ഹൈഡ്രോ കാർബണിന്റെ കമ്പഷന്റെ റിയാക്ഷൻ എഴുതിക്കോ. നിങ്ങൾക്കറിയാം ഏതാ ഹൈഡ്രോ കാർബൺ, ഏത് ഫ്യൂവൽ തന്നെ? C15H13.
ബേൺ ചെയ്യുക. കമ്പഷൻ മീൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. ഏതൊരു ഹൈഡ്രോ കാർബണിനും ഓക്സിജനുമായിട്ട് കമ്പഷൻ നടന്നാൽ ഏതൊക്കെയാ പ്രൊഡക്റ്റ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. സോ ഇത് ബാലൻസ് ചെയ്തോ, ഇത് ബാലൻസ് ചെയ്തോ നിങ്ങൾ. ഇവിടെ 15 കാർബൺ ഉണ്ട്, സോ ഇവിടെ നിങ്ങൾ 15 കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇവിടെ 30 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ഇവിടെ 15 കൊടുക്കുക. 15 × 2 30 ഓക്സിജൻ നോക്ക്, ഇവിടെ 15 കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 2 ഓക്സിജൻ. 15 കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 15 × 2 30 ഓക്സിജൻ. ഒരു വാട്ടറിനകത്ത് ഒരു ഓക്സിജൻ, 15 വാട്ടറിനകത്ത് 15 ഓക്സിജൻ. സോ 30ഉം 15ഉം 45 ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 45 ÷ 2 വരും. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ ആ ബാലൻസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാണ്. സോ നമ്മൾ ബാലൻസ് ചെയ്തു. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി സാധിക്കും? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിലേറ്റീവ് മോള്, റിലേറ്റീവ് വോളിയം, റിലേറ്റീവ് മാസ് പറയാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾ റിലേറ്റീവ് മോള് പറഞ്ഞോ. C15H30 എന്ന് പറഞ്ഞാൽ 1C15H30 plus 45 ÷ 2 O2 gives 15 CO2 plus 15 H2O means ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ റിലേറ്റീവ് മോൾ എങ്ങനെയാ പറയുക? ഒരു മോൾ C15H13ഉം 45/2 മോൾ ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താൽ നോക്കിക്കോ 15 മോൾ കാർബൺ ഡൈ ഓക്സൈഡും ഇവിടെ നോക്കിക്കോ 15 മോൾ വാട്ടറും കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് 1 ലിറ്റർ ഫ്യൂവൽ ബേൺ ചെയ്താൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമെന്നും 1 ലിറ്റർ ഫ്യൂവലിന് ബേൺ ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്നാണ് ചോദ്യം. സോ നിങ്ങൾക്ക് വോളിയം ഓഫ് ഫ്യൂവൽ തന്നിട്ടുണ്ട്. എത്രയാ വോളിയം ഓഫ് ഫ്യൂവൽ തന്നെ? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്ററാ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്, 1000 മില്ലി ലിറ്റർ ആണ്. സോ വോളിയം ഓഫ് ഫ്യൂവൽ 1000 ml ആണ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഡെൻസിറ്റി ഓഫ് ഫ്യൂവൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 0.756 gram/ml ആണ്. എടാ വോളിയം ഡെൻസിറ്റിയും തന്നാൽ നിങ്ങൾക്ക് മാസ് കാണാൻ പറ്റൂലേ? നിങ്ങൾ പഠിച്ചല്ലേ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് എന്ത് വരും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം വരും. ഇവിടെ ഡെൻസിറ്റി എത്രയാ? 0.756. വോളിയം എത്രയാ? 1000 ml. സോ 0.756 × 1000 മീൻസ് 756 ഗ്രാം കിട്ടും. അതായത് മാസ് ഓഫ് ഫ്യൂവൽ അല്ലെങ്കിൽ മാസ് ഓഫ് C15H30 നിങ്ങൾക്ക് കിട്ടി. എടാ മാസ് കിട്ടിയാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് പറയാൻ വേണ്ടി സാധിക്കൂലേ? എങ്ങനെയാടാ മാസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് പറയാൻ വേണ്ടി സാധിക്കുക? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഇവിടെ എത്രയാ മാസ് കിട്ടിയേ? ഫ്യൂവലിന്റെ മാസ് 756 കിട്ടി ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. എങ്ങനെയാടാ മോളിക്കുലാർ മാസ് കിട്ടുക? ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ചെറിയ ക്ലാസ്സിനെ പഠിച്ചല്ലേ? ഏതൊരു മോളിക്യൂളിൻ്റെയും ഗ്രാം മോളിക്കുലാർ മാസ് കിട്ടാൻ ആ മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി അല്ലേ? ഏതൊരു മോളിക്യൂളിൻ്റെയും ഗ്രാം മോളിക്കുലാർ മാസ് കിട്ടാൻ ആ മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ C15H30യുടെ ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി. 15 കാർബൺ ഉണ്ട്, കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് 12 ആണ്. 30 ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് 1 ആണ്. സോ ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് 210 എന്ന് കിട്ടും. സോ മോളിക്കുലാർ മാസ് 210 കിട്ടി, ഗിവൺ മാസ് 756 കിട്ടി. സോ ഗിവൺ മാസ് ആയിട്ടുള്ള 756ന് മോളിക്കുലാർ മാസ് ആയിട്ടുള്ള 210 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 3.6 നമ്പർ ഓഫ് മോൾസ് കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫ്യൂവൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് C15H13 എത്ര കിട്ടി? 3.6 മോളാണ്. സോ നോക്കടാ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോ. ഒരു മോൾ C15H30 റിയാക്ട് ചെയ്യാൻ 4.5 മോൾ O2 വേണം അല്ലേ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റിലേറ്റീവ് മോൾ പറയാൻ വേണ്ടി സാധിക്കും. ഒരു മോൾ C15H30 ഉപയോഗിച്ച് നിങ്ങൾക്ക് 45/2 മോൾ O2 ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മോൾ ഫ്യൂവലാ കിട്ടിയേ? 3.6 മോൾ. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എത്ര മോൾ ഫ്യൂവലാ കിട്ടിയേ? 3.6. സോ ഒരു മോൾ C15H30 കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കാൻ 45/2 മോൾ O2 വേണമെങ്കിൽ 3.6 മോൾ C15H30 ബേൺ ചെയ്യാൻ എത്ര മോൾ ഓക്സിജൻ വേണം? 3 × 45/2 മോൾ
O2 വേണം. നിങ്ങളോട് എത്ര മോൾ ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചത്? അല്ല, എത്ര മാസ് ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചത്. സോ ഇത്രയും മോൾ ഓക്സിജൻ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മാസിലേക്ക് മാറ്റണം. നിങ്ങൾ നോക്കടാ, ഒരു മോൾ O2ന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ടുള്ള 32 ഗ്രാം അല്ലേ? യെസ്, ഒരു മോൾ ഏതൊരു മോളിക്യൂളിൻ്റെ മാസ് അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വൽ ആണ്. സോ ഒരു മോൾ O2ന്റെ മാസ് അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ടുള്ള 32 ഗ്രാമിന് ഈക്വൽ ആണെങ്കിൽ 3 × 45/2 മോൾ ഓക്സിജന്റെ മാസ് 3 × 45/2 × 32 ഗ്രാം ആയിരിക്കും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ 2592 ഗ്രാം കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. 1 ലിറ്റർ ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കാൻ 2592 ഗ്രാം ഓക്സിജൻ വേണം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അത് മാത്രമല്ല നിങ്ങളോട് ചോദിച്ചത്, നോക്കടാ, 1 ലിറ്റർ ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടത്തിയാൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമെന്നും ചോദിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്തേ? 1 ലിറ്റർ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. ഡെൻസിറ്റി ഓഫ് ഫ്യൂൽ തന്നിട്ടുണ്ട് 0.756 ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഡെൻസിറ്റിയും വോളിയം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മാസ് ഓഫ് ഫ്യൂവൽ 756 കിട്ടി. മോളിക്കുലാർ മാസ് ഓഫ് ഫ്യൂവൽ 210 കിട്ടി. സോ ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫ്യൂവൽ 3.6 കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫ്യൂവൽ എത്രയാ? 3.6 മോൾ. നോക്കടാ, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. 1 മോൾ ഫ്യൂവൽ ബേൺ ചെയ്ത സമയത്ത് 15 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട് അല്ലേ? 1 മോൾ, നിങ്ങൾക്കറിയാം, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് റിലേറ്റീവ് മോൾ പറയാൻ വേണ്ടി സാധിക്കും. സോ അത് നമ്മൾ കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്ത് അപ്പൊ എന്ത് മനസ്സിലാക്കി? 1 മോൾ ഫ്യൂവൽ ബേൺ ചെയ്ത സമയത്ത് നോക്കിക്കോളെ 15 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എത്ര മോൾ ഫ്യൂവലാണുള്ളത്? 3.6 മോൾ ഫ്യൂവലാണുള്ളത്. സോ 1 മോൾ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ 15 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമെങ്കിൽ 3.6 മോൾ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 3.6 × 15 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. നമ്മളോട് എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് ചോദിച്ചത്? അല്ല, എത്ര മാസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് ചോദിച്ചത്. സോ ഇത്രയും 3.6 × 15 മോൾ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. നിങ്ങൾക്ക് എന്തറിയാം? ഏതൊരു മോളിക്യൂളിനെയും 1 മോളിലെടുത്താൽ അതിൻ്റെ മാസ് ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വൽ ആണ്. അതായത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ടുള്ള 44 ഗ്രാമിന് ഈക്വൽ ആണ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44 ഗ്രാം ആണെങ്കിൽ 3.6 × 15 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയായിരിക്കും? 3.6 × 15 × 44 ഗ്രാം ആയിരിക്കും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2376 കിട്ടും. നിങ്ങൾക്ക് കിട്ടുക 2376 കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതായിരിക്കും നിങ്ങളുടെ വാല്യൂ. കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 3.6 × 15 × 44 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ, മോൾ കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബൈഹാർട്ട് പഠിക്കാതെ, ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിക്കാതെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിൻ്റെയും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്കിൽ നിങ്ങൾ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. നിങ്ങൾ എ സാമ്പിൾ ഓഫ് NaClO3 is converted by heat to NaCl with a loss of 0.16 gram of oxygen. The residue is dissolved in water and precipitated as AgCl. AgCl precipitate നിങ്ങൾക്കറിയാം. എവിടെ Cl മൈനസിനെ കണ്ടാലും Ag പ്ലസ് Cl മൈനസുമായിട്ട് കമ്പൈൻ ചെയ്ത് AgCl precipitate ഫോം ചെയ്യും. The mass of AgCl obtained will be, അതായത് NaClO3 ഹീറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു? NaClഉം O2 കിട്ടുന്നു. ബാലൻസ് ചെയ്തോ. ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. സോ ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 2 കൊടുക്കുക. 26 3 2 6 ഓക്സിജൻ ബാലൻസ്ഡ്. ഇവിടെ 2 NaCl ഉണ്ട്. സോ 2 NaCl കൊടുക്കുക. സോ ഈ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തു.
എടാ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി സാധിക്കും? റിലേറ്റീവ് മോള് പറയാൻ സാധിക്കും, റിലേറ്റീവ് വോളിയം പറയാൻ സാധിക്കും, റിലേറ്റീവ് മാസ് പറയാൻ സാധിക്കും. സോ ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ റിലേറ്റീവ് മോള് പറഞ്ഞേ. നോക്ക്, 2 NaClO3 നിങ്ങൾ ഡീകമ്പോസ് ചെയ്താൽ, ഹീറ്റ് ചെയ്താൽ 2 NaClഉം 3 O2ഉം കിട്ടുമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 2 മോൾ NaClO3 നിങ്ങൾ ഹീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 മോൾ NaClഉം 3 മോൾ O2ഉം കിട്ടും. 3 മോൾ O2 കിട്ടും. ക്ലിയർ അല്ലേ? അതായത് 3 മോൾ O2 ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 2 മോൾ NaClഉം ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? 3 മോൾ O2 നോക്കടാ, 3 മോൾ നോക്കി, 2 മോൾ NaClO3 ഡിസോസിയേറ്റ് ചെയ്താൽ 2 മോൾ NaClഉം 3 മോൾ O2ഉം ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 3 മോൾ O2 ഫോം ചെയ്യുന്ന സമയത്ത് 2 മോൾ NaClഉം ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ O2 ഫോം ചെയ്യുന്ന സമയത്ത് 2/3 മോൾ NaCl ഫോം ചെയ്യുന്നുണ്ട്. എടാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എത്ര മോൾ ഓക്സിജനാ തന്നത്? നിങ്ങൾക്ക് ഓക്സിജന്റെ ഫോം ചെയ്യുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല, പകരം ഫോം ചെയ്യുന്ന ഓക്സിജന്റെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? ലിബറേറ്റ് ചെയ്യുന്ന, ഇവോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഓക്സിജൻ നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട്? 0.16 തന്നിട്ടുണ്ട്. എടാ ഓക്സിജന്റെ മാസ് കിട്ടിയാൽ മോൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് O2 ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് O2. ഗിവൺ മാസ് ഓഫ് O2 എത്രയാ? ക്വസ്റ്റ്യൻ പേപ്പറിൽ 0.16 ഗ്രാം ഓക്സിജൻ എന്നാണ് പറഞ്ഞത്. സോ ഓക്സിജന്റെ മാസ് 0.16 ആണ്. ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് O2. O2ന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 16 + 16 32 ആണ്. സോ ചെയ്താൽ നിങ്ങൾക്ക് 0.005 മോൾ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ 1 മോൾ O2 ഉപയോഗിച്ച് 2/3 മോൾ NaCl ഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ 0.005 മോൾ O2 ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 0.005 ഇൻറ്റു 2/3 മോൾ NaCl മീൻസ് Cl മൈനസ് ഫോം ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? 1 മോൾ O2 ഉപയോഗിച്ച് 2/3 മോൾ NaCl ഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ 0.005 മോൾ O2 ഉപയോഗിച്ച് 0.005 ഇൻറ്റു 2/3 മോൾ NaCl അല്ലെങ്കിൽ Cl മൈനസ് ഫോം ചെയ്യാൻ സാധിക്കും. എടാ ഒരു Ag പ്ലസ് ഒരു Cl മൈനസ് കമ്പൈൻ ചെയ്താലല്ലേ AgCl ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര മോൾ Cl മൈനസ് ഉണ്ടോ അത്രയും മോൾ AgCl ഫോം ചെയ്യും. ക്ലിയർ അല്ലേ? അതായത് 0.005 ഇൻറ്റു 2/3 മോൾ AgCl ഫോം ചെയ്യും. നമ്മളോട് എത്ര മോൾ AgCl ഫോം ചെയ്യുന്നല്ല ചോദിച്ചത്, എത്ര ഗ്രാം AgCl ഫോം ചെയ്യുമെന്നാണ് ചോദിച്ചത്. നോക്കടാ, AgClന്റെ മോളാർ മാസ് 143.5 തന്നിട്ടുണ്ട്. അതായത് 1 മോൾ AgClന്റെ മാസ് 143.5 ആണ്. 1 മോൾ AgClന്റെ മാസ് 143.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോൾ AgClന്റെ മാസ് എത്രയായിരിക്കും? ഇത്രയും മോൾ ഇൻറ്റു 143.5. ഇത് ചെയ്താൽ നിങ്ങൾക്ക് മാസ് ഓഫ് AgCl 0.48 കിട്ടും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മാസ് ഓഫ് AgCl ഒബ്റ്റെയിൻഡ് വിൽ ബി 0.48. സോ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റിലേറ്റീവ് മോള് കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് 0.16 ഗ്രാം ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുമെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഓക്സിജന്റെ മാസ് 0.16 ആണ്. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. സോ 0.16 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 കിട്ടും. നോക്കടാ 2 മോൾ NaCl ഫോം ചെയ്യാൻ 3 മോൾ O2 ലിബറേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ 3 മോൾ O2 ലിബറേറ്റ് ചെയ്താൽ 2 മോൾ NaCl ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 മോൾ O2 ലിബറേറ്റ് ചെയ്താൽ എത്ര മോൾ NaCl കിട്ടുമെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള 0.005 മോൾ O2 ലിബറേറ്റ് ചെയ്താൽ എത്ര മോൾ NaCl ഫോം ചെയ്ത് നോക്കുക. എത്ര മോൾ NaCl ഫോം ചെയ്യും അത്രയും മോൾ AgCl പ്രൊഡ്യൂസ് ചെയ്യും.
കാരണം ഒരു മോൾ NaCl-നകത്ത് ഒരു മോൾ Cl മൈനസ് ഉണ്ടാവുക, ഒരു മോൾ Cl മൈനസ് ഒരു മോൾ AgCl ഫോം ചെയ്യും. സോ എത്ര മോൾ NaCl ആണോ ഫോം ചെയ്തത് അത്രയും മോൾ AgCl കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl-നെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മാസ് ഓഫ് AgCl കിട്ടും. സോ ഇങ്ങനെയാണ് നിങ്ങൾ മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഒറ്റ ഇക്വേഷൻ, നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോൺസെപ്റ്റിൽ നിന്ന് കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതുപോലെ ആൻസർ ചെയ്തു പോവുക. ക്ലിയർലേ? അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ ബോർ മോഡലിൻ്റെ മെറിറ്റിൽ റേഡിയസ് കാണുന്ന ഇക്വേഷൻ പഠിച്ച ആളുകളാണ് നിങ്ങൾ. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഫേസ് 2-ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗത്തെ ചോദ്യമാണെന്ന്. നിങ്ങൾ റേഡിയസ് കാണുന്ന ഇക്വേഷനും റേഡിയസ് ഓഫ് nth ഓർബിറ്റലിൻ്റെ ഇക്വേഷനും എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റലിൻ്റെ ഇക്വേഷനും വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റിൻ്റെ ഇക്വേഷനും ഒക്കെ പഠിച്ച ആളുകളാണ്. സോ ചെയ്തോ. The radius of second Bohr orbit, the radius of second Bohr orbit in terms of the Bohr radius A0 in lithium 2+. ലിഥിയം 2+ന്റെ സെക്കൻഡ് ബോർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. ആരുടെ? ലിഥിയം 2+ന്റെ സെക്കൻഡ് ബോർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. എടാ ഏതൊരു ഓർബിറ്റിന്റെയും സെക്കൻഡ് ആയിക്കോട്ടെ, ഫസ്റ്റ് ആയിക്കോട്ടെ, തേർഡ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഏതൊരു ഓർബിറ്റിന്റെയും റേഡിയസ് കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചല്ലേ? റേഡിയസ് ഓഫ് nth orbit, radius of nth orbit Rn is equal to 0.53 n square by z Armstrong. Radius of nth orbit is equal to Rn is equal to 0.53 n square by z Armstrong. ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാ? 0.53 ആംസ്ട്രോം ആണ് അല്ലെ? ഒന്നാമത്തെ ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റ്, ഹൈഡ്രജൻ ആറ്റത്തിനകത്തുള്ള ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ബോർ ഓർബിറ്റ്. ബോർ ഓർബിറ്റിന്റെ വാല്യൂ എത്രയാ? R1 is equal to 0.53 ആംസം ആണ്. അതാണ് നിങ്ങൾക്ക് A0 ആയിട്ട് തന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്കറിയാം റേഡിയസ് ഓഫ് nth ബോർ ഓർബിറ്റ് Rn is equal to 0.53 n square by z. ഹൈഡ്രജന്റെ കേസിൽ Z1 ആണ്. ഹൈഡ്രജന്റെ ഒന്നാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ n-ഉം 1 ആണ്. സോ 1 square by 1 തന്നെ, ദാറ്റ് ഈസ് 0.53 ആംസ്ട്രോം. സോ ഒന്നാമത്തെ ഓർബിറ്റിന്റെ ഹൈഡ്രജനകത്തുള്ള ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ബോർ റേഡിയസ് 0.53 ആംസ്ട്രോം. സോ 0.53 വരെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ബോർ റേഡിയസ് ആയിട്ടുള്ള A3 കൊടുക്കാം. സോ Rn is equal to A0 കൊടുക്കാം. ബോർ റേഡിയസ് 0.53 ആംസ്ട്രോമിന് പകരം A0 കൊടുക്കാം. A0 n square by z ആംസ്ട്രോം. നോക്കിക്കോ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റ്, എത്രാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് n. നോക്കടാ ഇവിടെ ബോർ റേഡിയസ് ഓഫ് സെക്കൻഡ് ബോർ ഓർബിറ്റ്, രണ്ടാമത്തെ ബോർ ഓർബിറ്റിൻ്റെ. സോ രണ്ടാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ n2 വരും. ഇനി എന്താണ് സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. ഇവിടെ ആരാ എലമെന്റ്? ലിഥിയം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. സോ സെഡ് 3 വരും. സോ റേഡിയസ് Rn is equal to A0 n square, n 2 ആണ്, 2 square 4 divided by Z3. സോ 4/3 A0 കിട്ടും. 4/3 A0. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടാൻ പറ്റുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇങ്ങനെ ഏതൊരു ഓർബിറ്റിന്റെ റേഡിയസ് കാണുന്ന ഇക്വേഷൻ, ഏതൊരു ഓർബിറ്റിനും അകത്തുള്ള ഇലക്ട്രോണിന്റെ എനർജി കാണുന്ന ഇക്വേഷൻ, ഏതൊരു ഓർബിറ്റിനും അകത്തുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി കാണുന്ന ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തു പോകാൻ വേണ്ടി സാധിക്കണം. ക്ലിയർ അല്ലേ? റെഡി? അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾക്ക് ഹൈഡ്രജൻ സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സീരീസ് ഓഫ് ലൈൻസ്, ഓരോന്നും ഏത് റീജിയൻ? ലൈമൻ അൾട്രാവയലറ്റ്, ബാർമർ വിസിബിൾ, ബാക്കിയൊക്കെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഏതൊരു ലൈനിൻ്റെയും, ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തുള്ള ഏതൊരു ലൈനിൻ്റെയും വേവ് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ റെഡ്ബർഗ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. റെഡ്ബർഗ് ഫോർമുല, റെഡ്ബർഗ് ഇൻട്രൊഡ്യൂസ്ഡ് അല്ലേ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തുള്ള ഏതൊരു ലൈനിൻ്റെയും റേഡിയസ് കാണുന്ന വേവ് ലെന്ത് കാണുന്ന ഇക്വേഷൻ റെഡ്ബർഗ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്.
radius of any lines in hydrogen spectrum. Rydberg introduced the formula. എന്താ ഫോർമുല? 1 by lambda is equal to r z square into 1 by n1 square minus 1 by n2 square അറിയാം. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചെയ്തോ നിങ്ങൾ. ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈനിന്റെ വേവ് ലെങ്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചെയ്തോ നിങ്ങൾ. The ratio of the shortest wavelength, of two spectral series of hydrogen spectrum is found to be about 9. The spectral series are രണ്ട് സ്പെക്ട്രൽ സീരീസിന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിന്റെ റേഷ്യോ 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ സ്പെക്ട്രൽ ലൈൻസ് എന്നാണ് ചോദ്യം. ഏതാണ് ആ സ്പെക്ട്രൽ ലൈൻസ് എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായിക്കോ? രണ്ട് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തുള്ള രണ്ട് സീരീസിന്റെ വേവ് ലെങ്തിന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിന്റെ റേഷ്യോ 9 ആണ്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിന്റെ റേഷ്യോ 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ സീരീസ് ഓഫ് ലൈൻ എന്നാണ് ചോദിച്ചത്. എടാ വേവ് ലെന്ത് കാണുന്ന ഇക്വേഷൻ എന്താ? റെഡ്ബർഗ് ഫോർമുല നമുക്കറിയാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തുള്ള ഏതൊരു ലൈൻ്റെയും വേവ് ലെന്ത് കാണാനുള്ള ഫോർമുല റെഡ്ബർഗ് ഫോർമുല നിങ്ങൾക്കറിയാം. പറഞ്ഞോ? 1 by lambda is equal to r z square into 1 by n1 square minus 1 by n2 square. ക്ലിയർ അല്ലേ? ഇവിടെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണോ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണോ? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഏതാണ് ആ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? ഏതാണ് ആ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്? നോക്കിക്കോളെ, ഇത് ഫസ്റ്റ് ട്രാൻസിഷൻ ആണ്. ഇത് ഇൻഫിനിറ്റി എന്നുള്ള ട്രാൻസിഷൻ ആണ്. ഇത് ഇൻഫിനിറ്റി എന്നുള്ള ട്രാൻസിഷൻ. ഇത് ഫസ്റ്റ് ട്രാൻസിഷൻ. എടാ ഫസ്റ്റ് ട്രാൻസിഷനിൽ എനർജി കുറവല്ലേ? നിങ്ങൾക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. എനർജി ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡയാണ്. അതായത് എനർജി ഇ പ്രൊപ്പോർഷണൽ ടു 1 by ലാംഡയാണ്. എനർജി വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പഠിച്ചില്ലേ? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം നിങ്ങൾ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ ഒക്കെ പഠിച്ചല്ലേ? മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ പഠിച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ദാറ്റ് ഈസ് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, എനർജി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. സോ ഫസ്റ്റ് ട്രാൻസിഷനിൽ എനർജി കുറവാണ്. എനർജി കുറയുമ്പോൾ വേവ് ലെങ്ത് മാക്സിമം ആയിരിക്കും. ഹയസ്റ്റ് വേവ് ലെങ്ത് ഫസ്റ്റ് ട്രാൻസിഷൻ ആണ് ഹയസ്റ്റ് വേവ് ലെങ്ത് ട്രാൻസിഷൻ. ഇനി ഇൻഫിനിറ്റി എന്ന് വരുന്ന സമയത്ത് എനർജി എന്തായിരിക്കും? ഈ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. കാരണം എനർജിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇൻഫിനിറ്റി എന്ന് വരുന്ന സമയത്താണ് എനർജി കൂടുക. എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. സോ ഇതാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ ഇൻഫിനിറ്റി എന്ന് വരണം. N2 എല്ലായ്പ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ ഇൻഫിനിറ്റി എന്ന് വരണം. കാരണം ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. സോ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാൽ അത് ഇൻഫിനിറ്റി എന്ന് വരുന്നതാണ്. അതായത് N2 എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. N2 എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ നോക്കിക്കോ, 1 by lambda is equal to r z square into 1 by n1 square minus n2 എന്താ? ഇൻഫിനിറ്റി ആണ്. 1 by infinity 0. സോ ആ ഭാഗം പോയി ഡിവൈഡഡ് ഇൻറ്റു 1 by n1 സ്ക്വയർ വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നാമത്തെ ആളുടെ വേവ് ലെങ്ത് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ ഇത് ഒരു സീരീസ് ഓഫ് ലൈനിൻ്റെ വേവ് ലെങ്ത് ആണെന്ന് വിചാരിച്ചോ. സോ രണ്ടാമത്തെ സീരീസ് ഓഫ് ലൈനിൻ്റെ വേവ് ലെങ്ത് എന്ത് വരും? 1 by lambda is equal to r z square into 1 by n1 സ്ക്വയർ തന്നെ വരും. ഇത് ഒരു സീരീസ്, ഇത് രണ്ട് സീരീസ്. ഇങ്ങനെ രണ്ട് സീരീസിൻ്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് 9 കിട്ടിയിട്ടുണ്ട്. λ2 ഡിവൈഡ് ബൈ λ1 is equal to n1 സ്ക്വയർ. λ2 ഡിവൈഡ് ബൈ λ1 is equal to n1 സ്ക്വയർ ഡിവൈഡ് ബൈ n2 സ്ക്വയർ എന്ന് കിട്ടും. രണ്ട് ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് n1 സ്ക്വയർ ഡിവൈഡ് ബൈ n2 സ്ക്വയർ. ഇത് n2 മീൻസ് രണ്ടാമത്തെ ആളുടെ n1 ആണ്. n1 of 2 എന്ന് പറയാം. രണ്ടാമത്തെ ആളുടെ n1. സോ രണ്ടിൻ്റെ വേവ് ലെങ്തിൻ്റെ റേഷ്യോ എത്ര കിട്ടിയേ? 9 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മേലത്തെ ആളുടെ n1 3ഉം താഴത്തെ ആളുടെ n1 1ഉം കിട്ടിയാൽ പോരെ? മുകളിലെ ആളുടെ n1 3ഉം താഴത്തെ ആളുടെ n1 1 ആണെന്ന് വിചാരിച്ചോ. മുകളിലത്തെ ആളുടെ n1 സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ ആളുടെ n1 സ്ക്വയർ 3 സ്ക്വയർ ഡിവൈഡ് ബൈ 1 സ്ക്വയർ 9 എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? സോ N1 1 ആണെങ്കിൽ അതാരാണ്? ലൈമനാണ്. N1 3 പാസ്കനാണ്. സോ ഏതൊക്കെ ലൈനാ വരിക? ലൈമനും പാസ്കനും. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തുള്ള 2 സീരീസിന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിന്റെ റേഷ്യോ 9 ആണ്. ഏതൊക്കെയാണ് സീരീസ് എന്നാണ് ചോദ്യം. സോ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തുള്ള ഏതൊരു ലൈനിന്റെയും വേവ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ റെഡ്ബർഗ് ഫോർമുല 1/λ = R² 1/n1² - 1/n2². ഇവിടെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഇൻഫിനിറ്റി എന്ന് വരുന്ന സമയത്താണ് എനർജി മാക്സിമം വരിക. എനർജി മാക്സിമം ആണെങ്കിൽ വേവ് ലെങ്ത് മിനിമം ആയിരിക്കും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. സോ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ അത് ഇൻഫിനിറ്റി എന്ന് വരുന്നതായിരിക്കും. n2 ഇൻഫിനിറ്റി ആയിരിക്കും. n2 ഇൻഫിനിറ്റി ആണെങ്കിൽ 1/∞ 0 ആയിപ്പോയി. 1/λ = R² 1/n1² കിട്ടും. ഇത് ഒരു സീരീസിന്റെ വേവ് ലെങ്ത്. രണ്ടാമത്തെ സീരീസിന്റെ വേവ് ലെങ്തോ സെയിം 1/λ = R² 1/n1². സോ ഇതിന്റെ റേഷ്യോ എടുത്താൽ R² വെട്ടിപ്പോവും. n1² / n1² കിട്ടും. അതായത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ n1 സ്ക്വയർ / മറ്റേയാളുടെ n1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 9 ആണ് തന്നിട്ടുണ്ട്. n1² / n1² ഈസ് ഈക്വൽ ടു 9. ഒരാളുടെ n1 3 മറ്റേയാളുടെ n1 1 ആണെങ്കിൽ 3² / 1² അല്ലേ 9. സോ ഒരാളുടെ n1 1 ഒരാളുടെ n1 3. n1 1 ലൈമനാണ്, n1 3 പാസ്കനാണ്. സോ ലൈമനും പാസ്കനാണ് വരിക, വിച്ച് ഈസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത നോക്കിക്കോ. ഡി ബ്രോഗ്ലി മാറ്റർ വേവ് കോൺസെപ്റ്റും ഹെയ്സംബേഴ്സിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഹെയ്സംബേഴ്സിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡി ബ്രോഗ്ലിന്റെ മാറ്റർ വേവ് കോൺസെപ്റ്റും അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ് തന്നത്. സോ കൃത്യമായിട്ട് ചെയ്തോ. A stream of electrons from a heated filament was passed between 2 charged plates kept at a potential difference V volt. If E and M are charge and mass of an electron respectively, then the value of h/λ, where lambda is the wavelength associated with electron wave, is given. നിങ്ങളോട് h/λ എന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? h/λ എന്റെ വാല്യൂ ആണ് ചോദിച്ചത്. സോ നിങ്ങൾക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഇക്വേഷൻ പഠിച്ചതാണ്. ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ = h/p ആണ്. അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ = h/mv ആണ്. അല്ലെ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാലോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണ്. അങ്ങനെയാണെങ്കിൽ mv² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കൈനറ്റിക് എനർജി ആണ്. ലെഫ്റ്റ് സൈഡിലും m കൊണ്ട് ഗുണിച്ചാൽ m² വരും. റൈറ്റ് സൈഡിലും m കൊണ്ട് ഗുണിക്കുക 2m ഇൻറ്റു കൈനറ്റിക് എനർജി. m² v² എന്ന് പറഞ്ഞാൽ mv² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി. mv എന്ന് പറഞ്ഞാൽ എന്താടാ? mv എന്ന് പറഞ്ഞാൽ p മൊമെന്റ് ആണ്. സോ mv² എന്ന് പറഞ്ഞാൽ p² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി ആണ്. അങ്ങനെയാണെങ്കിൽ p ഈസ് ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്. ഇവിടെ മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിക്കല്ലോ. യെസ്, മാസ് ഓഫ് ഇലക്ട്രോൺ m ആണ്. നമ്മൾ m തന്നെ കൊടുത്തു. ഇവിടെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു QV അല്ലേ? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു QV, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ ചാർജ് എത്ര തന്നിട്ടുണ്ട്? ചാർജ്. അപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ എന്ത് വരും? P ഈസ് ഈക്വൽ ടു √2m ഇൻറ്റു QV. ക്ലിയർ അല്ലേ? സോ പീക്ക് വരെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? √2m QV കൊടുക്കാം. സോ വേവ് ലെങ്ത് λ ഈസ് ഈക്വൽ ടു h/√2m QV. Q എന്ന് പറഞ്ഞാൽ എന്താടാ? ചാർജ് ആണ്. ഇവിടെ ചാർജ് എത്ര തന്നിട്ടുണ്ട്? E തന്നിട്ടുണ്ട്. സോ ക്യൂന് വരെ നിങ്ങൾ E കൊടുക്കുക. സോ λ ഈസ് ഈക്വൽ ടു h/√2m EV എന്ന് കിട്ടും. നിങ്ങൾ എന്താ ചോദിച്ചത്? h/λ ആണ് ചോദിച്ചത്. യെസ്, h/λ ആണ് ചോദിച്ചത്. സോ λ ഇങ്ങോട്ട് കൊണ്ടുവരിക, അടിയിലത്തെ സ്ഥാനം മുകളിലോട്ട് കൊണ്ടുപോവുക. സോ h/λ ഈസ് ഈക്വൽ ടു √2m EV കിട്ടും. സോ h/λ √2m EV ആണ് കിട്ടുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ.
സോ ഡി ബ്രോഗ്ലി വേവ് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ, ഡി ബ്രോഗ്ലി വേവ് ലെന്ത് കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് അറ്റോമിക് ഓർബിറ്റൽസിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഏതൊക്കെയോ ലോ ബേസ്ഡ് ആയിട്ടാണ് ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റിൽ ഫില്ല് ചെയ്യപ്പെടുന്നത്. ആഫ്ബ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഈ ലോ ഒബേ ചെയ്തിട്ടാണ് അറ്റോമിക് ഓർബിറ്റൽസിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അത്തരത്തിലൊരു ചോദ്യം നോക്കുക നിങ്ങൾ. The correct decreasing order of energy for the atomic orbitals having following set of quantum numbers. 4 set of quantum numbers അതുണ്ട്. എയുടെ ക്വാണ്ടം നമ്പർ അതിലുണ്ട്, ബിയുടെ ക്വാണ്ടം നമ്പർ അതിലുണ്ട്, സിയുടെ ക്വാണ്ടം നമ്പർ അതിലുണ്ട്, ഡിയുടെ ക്വാണ്ടം നമ്പർ അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയെയും സിയെയും ഡിയുടെയും എനർജീൻ്റെ ഓർഡറിൽ ഏതാണെന്ന് ചോദിച്ചത്. എടാ ആഫ്ബ പ്രിൻസിപ്പിൾ പഠിച്ചല്ലേ? ഏത് ഓർബിറ്റലിനാണോ, എന്താ ആഫ്ബ പ്രിൻസിപ്പിൾ പറയുന്നേ? ഏത് ഓർബിറ്റലിനാണോ എനർജി കുറവ് ആ ഓർബിറ്റലിലാണ് ആദ്യം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുക. ഓർബിറ്റൽസ് വിത്ത് ലോവസ്റ്റ് എനർജി ഫിൽഡ് അപ്പ് ഫസ്റ്റ്. ഇനി എനർജി ഓഫ് ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ n+l റൂൾ. n+l റൂൾ ഉപയോഗിച്ചാണ് ഡിഫറെൻറ്റ് ഓർബിറ്റലുകളുടെ എനർജി ഡിറ്റർമിൻ ചെയ്യുക. പഠിച്ചിട്ടില്ലേ? എനർജി ഓഫ് ഡിഫറെൻറ്റ് ഓർബിറ്റൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ n+l റൂൾ. എന്താ n+l റൂൾ പറയുന്നത്? ഏത് ഓർബിറ്റലിനാണോ n+l വാല്യൂ കുറവ് ആ ഓർബിറ്റലിന് എനർജി കുറവായിരിക്കും. ഏത് ഓർബിറ്റലിനാണോ n+l വാല്യൂ കൂടുതൽ ആ ഓർബിറ്റലിന് എനർജി കൂടുതലായിരിക്കും. അടുത്ത കേസ്, 2 ഓർബിറ്റലിന് സെയിം n+l വാല്യൂ ആണെങ്കിൽ, എന്താ പറഞ്ഞേ? 2 ഓർബിറ്റലുകൾക്ക് സെയിം n+l വാല്യൂ ആണെങ്കിൽ അതിൽ ഏത് ഓർബിറ്റലിനാണോ n വാല്യൂ കുറവ് അതിന് എനർജി കുറവായിരിക്കും. 2 ഓർബിറ്റലിൻ്റെ n+l വാല്യൂ സെയിം ആണെങ്കിൽ അതിൽ ആർക്കാണ് n വാല്യൂ കൂടുതൽ അയാൾക്ക് എനർജി കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? സോ 4 ഓർബിറ്റലിൻ്റെ n വാല്യൂം l വാല്യൂം m വാല്യൂം, പ്രിൻസിപ്പൽ കോൺ നമ്പർ, അസിമുത്തൽ കോൺ നമ്പർ, മാഗ്നറ്റിക് കോൺ നമ്പറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ എനർജീൻ്റെ ഓർഡറാണ് ചോദിച്ചത്. സോ എയുടെ n+l വാല്യൂ എത്രയാ? എയുടെ n+l വാല്യൂ 0 + 3 0 കിട്ടും. ഇനി ബിയുടെ n+l വാല്യൂ എത്ര കിട്ടും? 4 + 0 4 കിട്ടും. ഇനി സിയുടെ n+l വാല്യൂ എത്ര കിട്ടും? സിയുടെ n 3 ആണ്, l 1 ആണ്. സോ n+l 3 + 1 3 + 1 4 കിട്ടും. ഇനി ഡിയുടെ n+l വാല്യൂ എത്ര കിട്ടും? ഡിയുടെ n 3 ആണ്, l 2 ആണ്. സോ ഡിയുടെ n+l വാല്യൂ 3 + 2 5 കിട്ടും. സോ ആരുടെ n+l വാല്യൂ ആണോ കൂടുതൽ അയാളുടെ എനർജി കൂടുതലായിരിക്കും. സോ എനർജി ഏറ്റവും കൂടുതൽ ഡിക്കാണ്. എനർജി ഏറ്റവും കൂടുതൽ ഡിക്കാണ്. ഇനി ആരുടെ n+l വാല്യൂ ആണോ ഏറ്റവും കുറവ് അയാളുടെ എനർജി ഏറ്റവും കുറവായിരിക്കും. സോ ഏറ്റവും കുറവ് എക്ക്. ഇനി അത് തന്നെ കിട്ടിയാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ടിക്ക് ചെയ്യാൻ പറ്റും. സോ പക്ഷേ നിങ്ങൾ ബിയും സി നോക്ക്, ബിയുടെയും സിയുടെയും n+l വാല്യൂ സെയിം ആണ്. രണ്ടാളുടെ n+l വാല്യൂ സെയിം ആണെങ്കിൽ ആരുടെയാണോ n വാല്യൂ കൂടുതൽ അയാൾക്ക് എനർജി കൂടുതലായിരിക്കും. ബിയുടെ n വാല്യൂ 4 ആണ്, സിയുടെ n വാല്യൂ 3 ആണ്. സോ രണ്ടാളുടെ n+l വാല്യൂ സെയിം ആണ്. സോ n വാല്യൂ കൂടിയ ബിക്കായിരിക്കും എനർജി കൂടുതൽ. സോ ഓപ്ഷൻ എ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുക. ക്ലിയർ അല്ലേ? എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും സെക്ഷൻ 1ൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ റേസിൻ്റെ JEE ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈവ് അല്ല, നിങ്ങൾക്ക് ലഭ്യമാണ്. വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ സഹായത്താൽ നിങ്ങൾ JEE സെക്ഷൻ 1ൻ്റെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ സോൾവ് ചെയ്യുക. ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് അതിൻ്റെ തിയറി പാർട്ടുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും റേസിൻ്റെ 8 മണിക്ക്, ഇന്ന് ഇതേപോലെ നാളെ ഫിസിക്സ്, മറ്റന്നാൾ മാത്സ്, എല്ലാ ദിവസങ്ങളും ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മുഴുവൻ ചാപ്റ്ററിൻ്റെയും സാധ്യത കൂടിയ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. JEE സെക്ഷൻ 2ന്, JEE മെയിൻ സെക്ഷൻ 2ന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കഷൻ്റെയും ഭാഗമാവുക നിങ്ങൾ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചെയ്തത്. നിങ്ങൾ
In the long form of periodic table, the valence shell electronic configuration of 5s2 5p4 corresponding to the element present in. അതായത് ഒരു എലമെന്റിന്റെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ 5s2 5p4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്ര, പീരിയഡ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? എടാ നോക്കടാ, ഇതേത് ഗ്രൂപ്പാ? എടാ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 അറിയാലോ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. കോൺഫിഗറേഷൻ എന്താ വരുക? 1s2 2s2 2p4 6 കെട്ട്. ക്ലിയർ അല്ലേ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 2p4. വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ എന്താ വരുക? 2s2 2p4. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കി 5s2 5p4, ഓക്സിജന്റെ 2s2 2p4. ഒരു ഗ്രൂപ്പിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. ഓക്സിജന്റെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ 2s2 2p4 ആണ്. അതിന്റെ തൊട്ട് താഴെയുള്ള സൾഫറിന്റെ 3s2 3p4. ദെൻ സെലീനിയം 4s2 4p4, ടെലൂറിയം 5s2 5p4. ആക്ച്വലി ഇത് ടെലൂറിയാണ്. നോക്കടാ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്സിജന്റെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ 2s2 2p4, സൾഫറിന്റെ 3s2 3p4 വരും, സെലീനിയം 4s2 4p വരും, ടെലൂറിയം 5s2 5p4 ആണ്. സോ ഇത് ആക്ച്വലി ആരാ? ടെലൂറിയം. ഇങ്ങനൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്സിജൻ ഏത് ഗ്രൂപ്പാ? 16th ഗ്രൂപ്പ് എലമെന്റാ. സോ ടെലൂറിയം ഏത് ഗ്രൂപ്പാ? 16th, ഗ്രൂപ്പ് 6 ആണ്. ഇനി ഇങ്ങനെ പീരീഡ് കണ്ടുപിടിക്കുക. ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ ഏതാണോ അതായിരിക്കും പീരീഡ് നമ്പർ. ഇവിടെ ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 5 ആണ്. സോ 5th പീരീഡ് ആയി വരിക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ ആണ് പീരീഡിന്റെ വാല്യൂ വരിക. സോ ഇവിടെ ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 5 ആണ്. സോ പീരീഡ് വരിക 5. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടി സാധിക്കും. സോ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്ത നോക്കിക്കോ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ് ഈസ് കൺസിഡർഡ് ആസ് എ മെറ്റലോയിഡ്? ആരാ മെറ്റലോയിഡ് എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഏതൊക്കെയാണ് മെറ്റലോയിഡ്സ് എന്ന് ആലോചിച്ച് നോക്ക്. മെറ്റലോയിഡ്സ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് ചോദിച്ചിട്ട് സ്കാൻഡി ആണോ, ലെഡ് ആണോ, ബിസ്മിത്ത് ആണോ, ടെലൂറി ആണോ, ആരാണ് മെറ്റലോയിഡ് എന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. എടാ നോക്കടാ, ഏതൊക്കെയാ 15th ഗ്രൂപ്പ് എലമെന്റ്സ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മിത്ത്. ഇതിൽ നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റലാണ്. ആർസനിക്കും ആന്റിമണിയും മെറ്റലോയിഡ് ആണ്. ആരൊക്കെയാ മെറ്റലോയിഡ്? ആർസനിക്കും ആന്റിമണിയും. ഇനി ആരൊക്കെയാണ് 16th ഗ്രൂപ്പ് എലമെന്റ്സ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഇതിൽ ഓക്സിജനും സൾഫറും നോൺ മെറ്റലാണ്. സെലീനിയം, ടെലൂറിയവും മെറ്റലോയിഡ് ആണ്. 17th ഗ്രൂപ്പ് എലമെന്റ്സിൽ എല്ലാവരും നോൺ മെറ്റൽസ് ആണ്. ഇനി 14th ഗ്രൂപ്പ് എലമെന്റ്സിൽ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ഇതിൽ കാർബണും സിലിക്കണും നോൺ മെറ്റലാണ്. ജർമേനിയം മെറ്റലോയിഡ് ആണ്. കാർബൺ, സിലിക്കൺ, ടിന്നും ലെഡും മെറ്റലാണ്. സോ ജർമേനിയം, ആർസനിക്, ആന്റിമണി, സെലീനിയം, ടെലൂറിയം ഇവരൊക്കെ മെറ്റലോയിഡ് ആണ്. സോ ഇവിടെ മെറ്റലോയിഡ് വരിക ടെലൂറിയാണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് പഠിച്ചു പോവുക. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്റർ പഠിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുഷ്പം പോലെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് മെറ്റലോയിഡ്സ് ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നാണ്. സോ നോക്കടാ, the pair in which ions are isoelectronic with Al3+. Al3+ഉമായിട്ട് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള എലമെന്റ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അവിടെ എന്താടാ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? സ്പീഷീസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുള്ള സ്പീഷീസിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുക. രണ്ടാളുകൾ ഐസോ ഇലക്ട്രോണിക് ആവണമെങ്കിൽ രണ്ടാളുകളുടെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം.
എടാ AL അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ. അലൂമിനിയത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോണും 13 ആയിരിക്കും. ആറ്റത്തിന്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം ആയിരിക്കും. സോ അലൂമിനിയത്തിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13 തന്നെ. ക്ലിയർ അല്ലേ? അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ. ആറ്റത്തിന്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം ആയിരിക്കും. സോ ആറ്റത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ ഇനിയായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺ. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ 13 ആണ്. എടാ അലൂമിനിയം എങ്ങനെയാടാ? അലൂമിനിയം 3+ ആകുന്നേ. അലൂമിനിയം എന്ന ചങ്ങായി 3 ഇലക്ട്രോൺ വിട്ടുകൊടുത്താലാണ് അലൂമിനിയം 3+ ആയിട്ട് മാറുക. സോ അലൂമിനിയത്തിൽ നിന്ന് 3 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ അലൂമിനിയം 3+നകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ 13 3 പോയാൽ 10 ഇലക്ട്രോൺ ആയിരിക്കും. 13 പോയാൽ 3 പോയാൽ 10 ഇലക്ട്രോൺ ആയിരിക്കും. ഇനി നോക്ക് O2 മൈനസ്. നിങ്ങൾക്ക് എന്തറിയാം? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അതായത് ഓക്സിജൻ ആറ്റത്തിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഓക്സിജൻ എന്നാണ് തന്നത്, അല്ല O2- എന്നാണ് തന്നത്. എടാ ഓക്സിജൻ എങ്ങനെയാടാ O2- ആകുന്നേ? ഓക്സിജൻ എന്ന ചങ്ങായി 2 ഇലക്ട്രോൺ വാങ്ങിയാലാണ് O2- ആയിട്ട് മാറുക. സോ ഇവിടെ എക്സ്ട്രാ 2 ഇലക്ട്രോൺ കൂടെ ഉണ്ടാവും. സോ 8ഉം 2ഉം 10 ഇലക്ട്രോൺ ഉണ്ടാകും. സോ നോക്കിക്കോ, അടുത്ത് നോക്കിക്കോ. Mg2+. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതായത് മെഗ്നീഷ്യം ആറ്റത്തിനകത്ത് 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. മെഗ്നീഷ്യം എന്ന ചങ്ങായി 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്താലല്ലേ Mg2+ ആയി മാറുന്നത്? യെസ്, മെഗ്നീഷ്യം എന്ന ചങ്ങായി 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്താലാണ്. മെഗ്നീഷ്യം 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ Mg+, മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ Mg2+. സോ മെഗ്നീഷ്യം എന്ന ചങ്ങായി 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്താലാണ് Mg2+ ആയിട്ട് മാറുക. സോ 12 2 പോയാൽ ബാക്കി 10 ഇലക്ട്രോൺ. സോ ഇതിലും 10 ഇലക്ട്രോൺ, ഇതിലും 10 ഇലക്ട്രോൺ, ഇതിലും 10 ഇലക്ട്രോൺ. സോ മൂന്നിലും Al3+ലും O2- Mg2+ലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണെങ്കിൽ അവർ ഐസോ ഇലക്ട്രോണിക് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്. നിങ്ങൾ മുഴുവൻ ചാപ്റ്ററും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് നോൺ ഇമ്പോർട്ടൻ്റ് എന്നല്ല. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മുഴുവൻ ചാപ്റ്ററും മുഴുവൻ കോൺസെപ്റ്റുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയകളുണ്ട്. ഇവിടെ നിങ്ങൾ ഷേപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം, ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം, ജോമെട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യം, ഡൈപോൾ മൊമെന്റ് അതായത് പൊളാരിറ്റി, പോളാർ മോളിക്യൂളാണോ നോൺ പോളാർ മോളിക്യൂളാണോ, ഡൈപോൾ മൊമെന്റ് 0 ആണോ നോൺ 0 ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഫജാൻസ് റൂളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സിഗ്മ ബോണ്ടും പൈ ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത്തരത്തിൽ ഡൈപോൾ മൊമെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്ക് നിങ്ങൾ. ദ ഡൈപോൾ മൊമെന്റ് ഓഫ് CCl4, CHCl3 ആൻഡ് CH4 ആർ ഇൻ ദി ഓർഡർ. CCl4ന്റെയും CHCl3യുടെയും CH4ന്റെയും ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ ആണ് ചോദിച്ചത്. സോ നോക്കടാ, റെഗുലർ ജോമെട്രി ആണ്. അതേപോലെ ഐഡന്റിക്കൽ ആറ്റംസും ആണെങ്കിൽ, ഐഡന്റിക്കൽ ആറ്റംസുമാണെങ്കിൽ റെഗുലർ ജോമെട്രി. ഏതൊക്കെയാണ് റെഗുലർ ജോമെട്രി? ലീനിയർ, ട്രയഗണൽ പ്ലാനാർ, ടെട്രാഹെഡ്രൽ, ട്രയഗണൽ ബൈപിരമിഡ്, ഒക്ടാഹെഡ്രൽ, പെന്റഗണൽ ബൈപിരമിഡ്, ദെൻ സ്ക്വയർ പ്ലാനാർ. ഇത്രയും ജോമെട്രി വന്നാൽ ഡൈപോൾ മൊമെന്റ് μ0 ആയിരിക്കും. അത് നോൺ പോളാർ മോളിക്യൂൾ ആയിരിക്കും. കൂടുതൽ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിൽ നിന്നും മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിലേക്കാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി അതുകൊണ്ട് ലീനിയർ, ട്രയഗണൽ പ്ലാനാർ, ടെട്രാഹെഡ്രൽ, ട്രയഗണൽ ബൈപിരമിഡ്, ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പ്ലാനാർ, പിരമിഡ് അല്ല സ്ക്വയർ പ്ലാനാർ ഒക്കെ വരുന്ന സമയത്ത് വെക്റ്റർ സം ഓഫ് ഡൈപോൾ മൊമെന്റ് 0 വരും. ക്ലിയർ അല്ലേ? സോ ഇത്രയും ജോമെട്രി മാത്രമായാൽ പോരാ, ആറ്റംസും ഐഡന്റിക്കൽ ആയിരിക്കണം. സോ CCl4 നോക്ക്. CCl4ന്റെ ഷേപ്പ് നിങ്ങൾ വരച്ചാൽ CCl4ന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. അതേപോലെ CH4ന്റെയും ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. CH4ന്റെയും ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. CHCl3യുടെയും ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്.
CCl4ൽ നിങ്ങൾക്കറിയാം കാർബണിൽ നിന്ന് ക്ലോറിനിലേക്കാണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വരിക. ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആയിട്ടുള്ള കാർബണിൽ നിന്ന് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിലേക്കാണ് ഡൈപോൾ ഡയറക്ഷൻ വരിക. ഇവിടെ ഹൈഡ്രജനിൽ നിന്ന് കാർബണിലേക്കാണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വരിക. ക്ലിയർ അല്ലേ? സോ ഇവിടെ ജോമെട്രി ടെട്രാഹെഡ്രലാണ്, റെഗുലർ ജോമെട്രി ആണ്. എല്ലാ ആറ്റങ്ങളും ഐഡന്റിക്കൽ ആണ്. CCl4ന്റെ ജോമെട്രി റെഗുലർ ജോമെട്രി ആണ്. എല്ലാ ചുറ്റുമുള്ള ആറ്റങ്ങളെല്ലാം ഐഡന്റിക്കൽ ആണ്. CH4ഉം റെഗുലർ ജോമെട്രി ആണ്. അതുമാത്രമല്ല ചുറ്റുമുള്ള ആറ്റങ്ങളെല്ലാം സെയിം ആണ്. അതുകൊണ്ട് വെക്റ്റർ സം ഓഫ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. സോ CCl4ന്റെയും CH4ന്റെയും ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. പക്ഷേ CH-Cl3യുടെ ഡൈപോൾ മൊമെന്റ് 0 വരൂല. കാരണം എന്താ? ഇവിടെ കാർബണിനും ഹൈഡ്രജനും ഇടക്കാണ് ബോണ്ട് ഉള്ളത്, കാർബണിനും ക്ലോറിനും ഇടക്കാണ് ബോണ്ട് ഉള്ളത്. സോ ഡിഫറെന്റ് ബോണ്ട് പോസിബിൾ ആണ്. സോ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. സോ അതിന്റെ വെക്റ്റർ സം ഒരിക്കലും 0 വരൂല. സോ അതിന് 0നേക്കാൾ വലിയൊരു വാല്യൂ വരും. സോ CH-Cl4ന്റെ CH-Cl3യുടെ ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. CH4ഉം CCl4ഉം റെഗുലർ ജോമെട്രി ആണ്, ഐഡന്റിക്കൽ ആറ്റംസ് ആണ്. സോ വെക്റ്റർ സം ഓഫ് ഡൈപോൾ മൊമെന്റ് 0 വരും CCl4ഉം CH4ഉം. പക്ഷേ CH-Cl3ന്റെ ഷേപ്പ് റെഗുലർ ജോമെട്രി തന്നെയാ, ടെട്രാഹെഡ്രൽ തന്നെയാ. പക്ഷെ ഒരിക്കലും 0 വരില്ല. കാരണം എന്താ? ഡിഫറെന്റ് ബോണ്ട്, കാർബൺ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്, കാർബൺ ക്ലോറിൻ ബോണ്ടും ഉണ്ട്. സോ ഡിഫറെന്റ് ബോണ്ടുകൾ ഉണ്ട്. സോ ഡിഫറെന്റ് ബോണ്ട് ഡൈപോൾ ഉണ്ട്. സോ അതിന്റെ വെക്റ്റർ സം 0 വരൂല. സോ അതിന്റെ വാല്യൂ നോൺ 0 ആയിരിക്കും, വാല്യൂ കൂടുതലായിരിക്കും. സോ CH4ന്റെയും CCl4ന്റെയും ഡൈപോൾ മൊമെന്റ് 0 വരും. CH-Cl3ന്റെ ഡൈപോൾ മൊമെന്റ് നോൺ 0 കൂടുതലായിരിക്കും. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഡൈപോൾ മൊമെന്റ് ഓർഡർ വരിക. ക്ലിയർ അല്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ആം ദ ഫോളോയിങ് സ്പീഷീസ് ഹാസ് അൺഈക്വൽ ബോണ്ട് ആംഗിൾ? അൺഈക്വൽ ബോണ്ട് ആംഗിൾ ആണ് ചോദിച്ചത്. അൺഈക്വൽ ബോണ്ട് ആംഗിൾ ഡിഫറെന്റ് ഏതൊക്കെയാ വരിക? ഇവിടെ XCF4. എന്താണ് XCF4ന്റെ ജോമെട്രി വരിക? എന്താ XCF4ന്റെ ജോമെട്രി വരിക? എന്താണ് XCF4ന്റെ ജോമെട്രി വരിക? നിങ്ങൾ നോക്കടാ, ഏതൊരു എലമെന്റിനും ജോമെട്രി കാണാൻ ടോട്ടൽ ഇലക്ട്രോൺ പെയർ കണ്ടാൽ മതി. അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് SF4 എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ആരാ SF4 ഒക്കെ പണ്ട് +1 പഠിക്കുന്നുണ്ട്. SF4ന്റെ ഷേപ്പ് എന്താ വരിക? സീസോ ഷേപ്പ് ആണ് വരിക. ജോമെട്രി എന്താ വരിക? ട്രയാഗണൽ ബൈ പിരമിഡ് ആണ് വരിക. നോക്കിയോ നിങ്ങൾ ടോട്ടൽ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കുക. നിങ്ങൾക്കറിയാം ഒരു മോളിക്യൂളിനകത്തുള്ള സെൻട്രൽ ആറ്റത്തിന്റെ ടോട്ടൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 2 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp ആണ്, ജോമെട്രി ലീനിയർ ആണ്. ഒരു മോളിക്യൂളിനകത്തുള്ള സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ടോട്ടൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, ജോമെട്രി ട്രയാഗണൽ പ്ലാനാർ ആണ്. ഒരു മോളിക്യൂളിനകത്തുള്ള സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ടോട്ടൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 4 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്, ജോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. ഒരു മോളിക്യൂളിനകത്ത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ടോട്ടൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 5 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്, ജോമെട്രി ട്രയാഗണൽ ബൈ പിരമിഡൽ ആണ്. ഒരു മോളിക്യൂളിനകത്ത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ടോട്ടൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 6 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്, ജോമെട്രി ഒക്ടാഹെഡ്രൽ ആണ്. സോ SF4ന്റെ ടോട്ടൽ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എന്താണ് ടോട്ടൽ ഇലക്ട്രോൺ പെയർ കാണുന്ന ഇക്വേഷൻ? ഏതൊരു സ്പീഷീസിന്റെയും സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ടോട്ടൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം കാണാൻ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ½ × V+n - C+a. അതാണ് V എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം ആണ്. സൾഫർ 16th ഗ്രൂപ്പ് എലമെന്റ് ആണ്, ഓക്സിജൻ ഫാമിലി ആണ്. ഓക്സിജൻ ഫാമിലിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. നമ്മുടെ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. കോൺഫിഗറേഷൻ 26 വരും, വാലൻസ് ഇലക്ട്രോൺ 6 വരും. സൾഫർ ഓക്സിജന്റെ ഫാമിലി ആണ്. സോ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം V6 വരും. N എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഹൈഡ്രജന്റെയോ ഹാലജന്റെയോ എണ്ണമാണ്. ഇവിടെ സെൻട്രൽ ആറ്റമായുള്ള സൾഫറിന് ചുറ്റും 4 ഫ്ലൂറിനുണ്ട്, 4 ഹാലജൻ ഉണ്ട്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ഹാലജൻ ഉണ്ട്. സോ N 4 വരും. C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇവിടെ ഇല്ല, നോക്കണ്ട. A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇവിടെ ഇല്ല, നോക്കണ്ട. 6 4 10, 10/2 5, 5 വരും. 5 ആണെങ്കിൽ ട്രയാഗണൽ ബൈ പിരമിഡ്. ട്രയാഗണൽ ബൈ പിരമിഡിൽ 2 ഡിഫറെന്റ് ബോണ്ട് ആംഗിൾ ഉണ്ട്. ആക്സിയൽ ബോണ്ട് ആംഗിൾ ഉണ്ട്, ഇക്വറ്റോറിയൽ ബോണ്ട് ആംഗിൾ ഉണ്ട്. ക്ലിയർ അല്ലേ? നിങ്ങൾ വരയ്ക്കുന്ന പഠിച്ചല്ലേ?
ആക്സിയൽ ബോണ്ട് ആംഗിൾ ഉണ്ട്, ഇക്വിറ്റോറിയൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ഉണ്ട്, 120 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ കുറവാ. ബോണ്ട് ആംഗിൾ കുറയുമ്പോൾ റിപ്പൽഷൻ കൂടും. റിപ്പൽഷൻ കൂടുമ്പോൾ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യും. സോ ആക്സിയൽ ബോണ്ട് ലെങ്ത് ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്തിനേക്കാൾ കൂടുതലാണ് വരിക. സോ ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത് വരും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത നോക്കിക്കോ, എ ബി ഫോർ മോളിക്യൂൾ. എ ബി ഫോർ മോളിക്യൂൾ ഈസ് എ പോളാർ മോളിക്യൂൾ. എ ബി ഫോർ എന്ത് മോളിക്യൂളാ? പോളാർ മോളിക്യൂളാ. എ ബി ഫോർ എന്ത് മോളിക്യൂളാ? പോളാർ മോളിക്യൂളാ. എ പോസിബിൾ ജോമെട്രി ഓഫ് എ ബി ഫോർ. അങ്ങനെയാണെങ്കിൽ എ ബി ഫോറിന്റെ പോസിബിൾ ജോമെട്രി ആണ് ചോദിച്ചത്. എടാ ടെട്രാഹെഡ്രൽ. ടെട്രാഹെഡ്രൽ റെഗുലർ ജോമെട്രി ആണ്. സ്ക്വയർ പ്ലാനാർ നിങ്ങൾ നോക്കടാ. സ്ക്വയർ പ്ലാനാർ. സ്ക്വയർ പ്ലാനാർ വരുന്ന സമയത്ത് ഇവിടെ ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. വെക്റ്റർ സം ഓഫ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും, നോൺ പോളാർ ആയിരിക്കും. സോ സ്ക്വയർ പ്ലാനാർ ആയിക്കോട്ടെ റെക്ടാങ്കുലർ പ്ലാനാർ ആയിക്കോട്ടെ വെക്റ്റർ സം ഓഫ് ഡൈപോൾ മൊമെന്റ് എടുത്താൽ 0 ആണ് വരിക. സോ അത് ഡൈപോൾ മൊമെന്റ് 0 ആണ്, അത് നോൺ പോളാർ ആണ്. സോ പോളാർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? സ്ക്വയർ പിരമിഡ് ആയിരിക്കണം. ആരായിരിക്കണം? സ്ക്വയർ പിരമിഡ്. നോക്കിക്കോളെ, എ ബി 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 ഇവിടെ ലോൺ പെയർ. സ്ക്വയർ പിരമിഡ്. ജോമെട്രി ഏതാ? സ്ക്വയർ പിരമിഡ്. ജോമെട്രി സ്ക്വയർ പിരമിഡ്. സോ ബോണ്ട് ഡൈപോൾ മൊമെന്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. ബോണ്ട് ഡൈപോൾ മൊമെന്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയിപ്പെടും. പക്ഷെ ഇവിടെ ഒരു ലോൺ പെയർ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സോ റിസൾട്ടിന്റെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. പോളാർ മോളിക്യൂൾ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി ടെട്രാഹെഡ്രൽ ആയിക്കോട്ടെ. ടെട്രാഹെഡ്രൽ നോക്കി എങ്ങനെ ഉണ്ടാവുക? എ ബി 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 ബി. ടെട്രാഹെഡ്രൽ റെഗുലർ ജോമെട്രി ആണ്. ഡൈപോളിന്റെ വെക്റ്റർ സം എടുത്താൽ 0 വരും. അതേപോലെ റെക്ടാങ്കുലർ പ്ലാനാർ എടുത്താലും സ്ക്വയർ പ്ലാനാർ എടുത്താലും എ ബി 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 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. ബട്ട് സ്ക്വയർ പിരമിഡ് എടുത്താൽ ബോണ്ട് ഡൈപോൾ മൊമെന്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകുമെങ്കിലും ലോൺ പെയർ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സോ ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ പോളർ ആയിരിക്കും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? റെഡി. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ബോണ്ട് ഓർഡർ. ആ ഭാഗത്ത് നിങ്ങൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി, പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഒരു മോളിക്യൂൾ തന്നിട്ട് അത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ കാണുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചല്ലേ? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചതാണ്. ബോണ്ട് ഓർഡർ കാണുന്നത് പഠിച്ചതാണ്. പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് കാണുന്നത് പഠിച്ചതാണെങ്കിൽ ആൻസർ ചെയ്തോ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് പറയാം. So let's know, among the following species, the diamagnetic molecule is. So എങ്ങനെയാണ് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് നോക്കുക. നിങ്ങൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക്. പക്ഷെ നിങ്ങൾ അങ്ങനെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഒന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം, നിങ്ങളുടെ മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം, ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം, മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ ആ മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ എക്സെപ്റ്റ് 10 ആൻഡ് 16, അതായത് 10ഉം 16ഉം ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും ഈവൺ നമ്പർ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10ഉം 16ഉം വന്നാൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. സോ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഒന്നും വരച്ച് നിങ്ങൾ സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഓടാണെങ്കിൽ ആ മോളിക്യൂൾ പാരാമാഗ്നറ്റിക്. മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 10ഉം 16ഉം ഒഴികെയുള്ള ഈവൺ നമ്പർ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്.
മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോൺ എണ്ണം 10ഉം 16ഉം ആണെങ്കിൽ അഗെയിൻ പാരാമാഗ്നറ്റിക്. സോ ഈ ഓരോ മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. സോ നൈട്രജൻ ആറ്റത്തിനകത്ത് 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അതുകൊണ്ട് ഓക്സിജൻ ആറ്റത്തിനകത്ത് 8 ഇലക്ട്രോൺ ഉണ്ടാവും. ടോട്ടൽ 15 ഇലക്ട്രോൺസ് ഉണ്ടാകും. 15 ഇലക്ട്രോൺസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? അടുത്ത കാർബൺ മോണോക്സൈഡ് CO എത്ര ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ 14 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി B2 ബോറോൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. ബോറോൺ ആറ്റത്തിനകത്ത് 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. B2 എന്ന് പറഞ്ഞാൽ 2 ബോറോൺ ഉണ്ട്. 5 + 5 10 ഇലക്ട്രോൺസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഇനി O2 ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അതുകൊണ്ട് ഒരു ഓക്സിജൻ ആറ്റത്തിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. O2 എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ഉണ്ട്. 8 8 16 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ നോക്കിക്കോ, ഓഡ് നമ്പർ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ഓടാണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ടോട്ടൽ ഇലക്ട്രോണും 10ഉം 16ഉം ആണെങ്കിൽ അതും പാരാമാഗ്നറ്റിക് ആയിരിക്കും. 10ഉം 16 ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിൽ അതെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ 14 ഈവൻ നമ്പറാണ്. 10ഉം 16ഉം അല്ല, മറ്റൊരു 10ഉം 16ഉം അല്ലാത്ത മറ്റൊരു ഈവൻ നമ്പറാണ് 14. 10ഉം 16 ഒഴികെയുള്ള മറ്റേതെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിൽ ആ ടോട്ടൽ ഇലക്ട്രോൺ എണ്ണം 10ഉം 16 ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഡയാമാഗ്നറ്റിക്. ഓപ്ഷൻ എ ഓഡ് നമ്പർ ആണ്, പാരാമാഗ്നറ്റിക്. ഓപ്ഷൻ സിയും ഡിയും 10ഉം 16ഉം പാരാമാഗ്നറ്റിക്. ഓപ്ഷൻ ബി 10ഉം 16 ഒഴികെയുള്ള മറ്റൊരു ഈവൻ നമ്പർ. സോ ഡയാമാഗ്നറ്റിക് ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? റെഡി? നോക്ക്, അടുത്തായിട്ട് നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കുന്നത്. സോ നിങ്ങൾ 2 ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യണം. സോ കറക്റ്റ് ആൻസർ പറഞ്ഞോ. എന്താ ക്വസ്റ്റ്യൻ? on complete combustion of 0.30 gram of an organic compound gave 0.2 gram carbon dioxide and 0.1 gram water. The percentage of carbon in the given compound is. കാർബണിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. നിങ്ങൾ നോക്കടാ 0.3 ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട്, 0.3 ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾക്ക് 0.2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തരും. എത്ര തരും? 0.2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തരും. അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. ആരാ മാസ് പെർസെൻറ്റേജ്? കാർബണിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. എടാ, ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് ഇങ്ങനെ കാണുമോ? പഠിച്ചിട്ടില്ലേ? ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ ആ എലമെന്റിന്റെ മാസിനെ കോമ്പൗണ്ടിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പഠിച്ചിട്ടില്ലേ? മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലമെന്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെന്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100%. ഇവിടെ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ് ചോദിച്ചത്. മാസ് പെർസെൻറ്റേജ് ഓഫ് the percentage of carbon. So mass percentage of carbon എന്നെ കാണുക. mass percentage of carbon is equal to mass of carbon divided by mass of compound into 100%. അല്ലേ? ഇക്വേഷൻ പഠിച്ചല്ലേ? മാസ് ഓഫ് കോമ്പൗണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് 0.3 ഗ്രാം ആണ്. സോ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് കാർബൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ, 0.3 ഗ്രാം കോമ്പൗണ്ട് 0.2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തരും. സോ 0.2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര ഗ്രാം കാർബൺ ഉണ്ട് നോക്കിയാൽ പോരെ? യെസ്, നോക്കടാ, ഒരു കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 1 കാർബൺ ആണുള്ളത് അല്ലേ? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനകത്ത് 1 കാർബൺ ആറ്റുള്ളത്. അതായത് അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 1 മോൾ കാർബൺ ഉണ്ടാവുക. 10 മോൾ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 10 മോൾ കാർബൺ, 20 മോൾ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 20 മോൾ കാർബൺ. സോ n നമ്പേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് n നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഉണ്ടാവും അല്ലേ? CO2 ഒരു സി അല്ലേ ഉള്ളേ? സോ n നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് n നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഉണ്ടാവും. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണുക? നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് കാർബൺ ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ.
അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാ 0.2 തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എത്രയാ 44 ഗ്രാം ആണ്. മാസ് ഓഫ് കാർബൺ അറിഞ്ഞൂടെ ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ എന്ന് പറയൂല, അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 ആണ്. സോ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് കാർബൺ കിട്ടും. മാസ് ഓഫ് കാർബൺ നിങ്ങൾക്ക് കിട്ടും 0.0545 ഗ്രാം കിട്ടും. സോ മാസ് ഓഫ് കാർബൺ നിങ്ങൾക്ക് 0.0545 കിട്ടി. ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് എത്രയാ 0.3 ആണ് ഇൻറ്റു 100%. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് 18% എന്ന ആൻസർ കിട്ടും. സോ ഇതാണ് ആൻസർ വരിക. 18 ആൻസർ വരിക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 18 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്, ഒന്നും പഠിക്കാനില്ല. സോ പക്ഷേ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് കാർബൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100%. മാസ് ഓഫ് കോമ്പൗണ്ട് 0.3 ഗ്രാം ആണെന്നുണ്ട്. സോ മാസ് ഓഫ് കോമ്പൗണ്ട് 0.3 കിട്ടി. മാസ് ഓഫ് കാർബൺ നമുക്ക് കിട്ടണം. അതിന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 0.3 ഗ്രാം കാർബൺ, 0.3 ഗ്രാം കോമ്പൗണ്ട്, 0.2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തരും. സോ 0.2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര ഗ്രാം കാർബൺ ഉണ്ട് നോക്കണം. നിങ്ങൾ നോക്കടാ, ഒരു കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് നോക്കടാ, ഒരു CO2നകത്ത് എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ഉണ്ട്. അതായത് 1 മോൾ CO2നകത്ത് 1 മോൾ കാർബൺ ഉണ്ട്. n നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2നകത്ത് n നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഉണ്ടാവും. സോ ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് കാർബൺ ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് കാർബൺ. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാസ് ഓഫ് കാർബൺ കിട്ടും. മാസ് ഓഫ് കാർബണും മാസ് ഓഫ് കോമ്പൗണ്ടും കിട്ടിയാൽ നിങ്ങൾക്ക് മാസ് പെർസെൻറ്റേജ് കിട്ടും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, the neutralization occurs when 10 ml of 0.1 molar acid A is allowed to react with 30 ml 0.03 molar base MOH twice. ഏതാ ബേസ്? MOH twice. ഏതാ ബേസ്? MOH twice. MOH twice. MOH twice. The basicity of the acid A is. എന്താ ചോദ്യം? ന്യൂട്രലൈസേഷൻ എപ്പോൾ ന്യൂട്രലൈസ് ചെയ്യുക? 10 ml 0.1 മോളാർ ആസിഡ് 30 ml 0.05 മോളാർ ബേസുമായിട്ട് ന്യൂട്രലൈസേഷൻ നടക്കും. കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള ആസിഡിന്റെ ബേസിസിറ്റിയാണ് ചോദിച്ചത്. സോ ന്യൂട്രലൈസേഷൻ ഇക്വേഷൻ എന്താ? നിങ്ങൾ നോക്കണം, 1 ഗ്രാം ഇക്വാലന്റ് ഓഫ് ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ 1 ഗ്രാം ഇക്വാലന്റ് ഓഫ് ബേസ് വേണം. പഠിച്ചല്ലേ? 1 ഗ്രാം ഇക്വാലന്റ് ഓഫ് ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ 1 ഗ്രാം ഇക്വാലന്റ് ഓഫ് ബേസ് വേണം. സോ എത്ര ഗ്രാം ഇക്വാലന്റ് ഓഫ് ആസിഡ് ആണുള്ളത്, അത്രയും ഗ്രാം ഇക്വാലന്റ് ഓഫ് ബേസ് ഉണ്ടാകുന്ന സമയത്താണ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് വരിക? ന്യൂട്രലൈസേഷൻ നടക്കുക. സോ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലന്റ് ഓഫ് ആസിഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വാലന്റ് ഓഫ് ബേസ് ആയിരിക്കും. ദാറ്റ് ഈസ് N1V1 ഈസ് ഈക്വൽ ടു N2V2 ആയിരിക്കും. ന്യൂട്രലൈസേഷൻ N1V. കാരണം എന്താ? ന്യൂട്രലൈസേഷൻ 1 ഗ്രാം ഇക്വാലന്റ് ഓഫ് ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ 1 ഗ്രാം ഇക്വാലന്റ് ഓഫ് ബേസ് വേണം. അറിഞ്ഞൂടെ? സോ എത്ര ഗ്രാം ഇക്വാലന്റ് ഓഫ് ആസിഡ് ആണുള്ളത്, അത്രയും ഗ്രാം ഇക്വാലന്റ് ഓഫ് ബേസ് ആണ് ഉണ്ടാവുക. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വാലിറ്റി ഡിവൈഡ് ബൈ വോളിയം അല്ലേ? സോ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലിറ്റി ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോളിയം കിട്ടും. സോ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലിറ്റി ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോളിയം. സോ ആസിഡിന്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലിറ്റി ഈസ് ഈക്വൽ ടു ബേസിന്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലിറ്റി. സോ N1V1 ഈസ് ഈക്വൽ ടു N2V2. പഠിച്ചല്ലേ? നോർമാലിറ്റി ഓഫ് എൻ ആസിഡ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു ബേസിസിറ്റി ആണ്. നോർമാലിറ്റി ഓഫ് എ ബേസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു അസിഡിറ്റി ആണ്. സോ നോർമാലിറ്റി ഓഫ് എൻ ആസിഡ് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു ബേസിസിറ്റി ഓഫ് ആസിഡ് എന്ന് വരും ഇൻറ്റു V1 വിച്ച് ഈസ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ബേസ്. നോർമാലിറ്റി ഓഫ് ബേസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു അസിഡിറ്റി ആണ്. മൊളാരിറ്റി ഓഫ് ബേസ് ഇൻറ്റു അസിഡിറ്റി ആണ് ഇൻറ്റു V1. സോ ആസിഡിന്റെ മൊളാരിറ്റി എത്രയാ? ആസിഡിന്റെ മൊളാരിറ്റി 0.1 ആണ്. ആസിഡിന്റെ ബേസിസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആസിഡിന്റെ വോളിയം 10 ml ആണ് വിച്ച് ഈസ് ഈക്വൽ ടു M2. ബേസിന്റെ മൊളാരിറ്റി എത്രയാ? M2 ബേസിന്റെ മൊളാരിറ്റി എത്രയാ? തന്നിട്ടുണ്ട് 0.05 ആണ്. ബേസിന്റെ അസിഡിറ്റി എന്നാടാ?
നമ്പർ ഓഫ് റീപ്ലേസബിൾ OH മൈനസ്. ഒരു ബേസിനകത്ത് എത്ര റീപ്ലേസബിൾ OH മൈനസ് ഉണ്ടോ അതാണ് അസിഡിറ്റി. MOH ട്വൈസ്, OH ട്വൈസ്, 2 OH ഉണ്ട്, 2 OH റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ അസിഡിറ്റി 2 വരും. V1 V2 ബേസിന്റെ പോലെ എത്രയാ 30. സോ ഈ ചെയ്താൽ നിങ്ങൾക്ക് ബേസിസിറ്റി കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബേസിറ്റി 3 കിട്ടും. ബേസിറ്റി 3 കിട്ടും. സോ വളരെ സിമ്പിളാണ്. സോ ന്യൂട്രലൈസേഷൻ സമയത്ത് 1 gram ഇക്വാലൻ്റ് ഓഫ് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ 1 gram ഇക്വാലൻ്റ് ഓഫ് ബേസ് വരണം. സോ നമ്പർ ഓഫ് gram ഇക്വാലൻ്റ് ഓഫ് ആസിഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് gram ഇക്വാലൻ്റ് ഓഫ് ബേസ് ആണ്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് gram ഇക്വാലൻ്റ് ഡിവൈഡ് ബൈ വോളിയം ആണ്. സോ നമ്പർ ഓഫ് gram ഇക്വാലൻ്റ് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോളിയം. സോ N1V1 ഈസ് ഈക്വൽ ടു N2V2. ആസിഡിൻ്റെ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു ബേസിറ്റി ആണ്. ബേസിൻ്റെ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു അസിഡിറ്റി ആണ്. ബേസിൻ്റെ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH മൈനസ് ആണ്. ഇവിടെ നമ്പർ MOH ട്വൈസിൽ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH2 2 സോ അത് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കോ. When the excited electron of hydrogen atom from N is equal to 5 drop to the ground state. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ N 1 ആണ് അല്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ N 1 ആണ്. ക്ലിയർ അല്ലേ? സോ N is equal to 5 to N is equal to 1ലേക്ക് എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ്, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കാണുന്ന ഇക്വേഷൻ എന്താടാ? കൃത്യമായിട്ട് പഠിക്കണേ. N1 ഈസ് ഈക്വൽ ടു 1ൽ നിന്ന് N1 ഈസ് ഈക്വൽ ടു 5ലേക്ക് 5ൽ നിന്ന് 1ലേക്ക് എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്, ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ 5ൽ നിന്ന് 1ലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കാണുന്ന ഇക്വേഷൻ എന്താ? N1നും N2-നിടയിലുള്ള നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കാണുന്ന ഇക്വേഷൻ എന്താ? N2 മൈനസ് N1 ഇൻറ്റു N2 മൈനസ് N1 പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കാണുന്ന ഇക്വേഷൻ. ഇവിടെ അഞ്ചാമത്തെ എനർജി ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ N1 ആണ്. സോ 5ാമത്തെ ലെവലിൽ നിന്ന് 1ാമത്തെ ലെവലിലേക്ക് സോ N2 5 ആക്കി എടുക്കാം, N1 1 ആക്കി എടുക്കാം. സോ 5 മൈനസ് 1 ഇൻറ്റു 5 മൈനസ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. സോ 4 ഇൻറ്റു 5/2 20 ഡിവൈഡ് ബൈ 2 10. സോ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈന് 10 ആണ് വരിക. സോ ഇക്വേഷൻ വ്യക്തവും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ N1നും N2-നും ഇടയിലുള്ള നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കാണുന്ന ഇക്വേഷൻ N2 മൈനസ് N1 ഇൻറ്റു N2 മൈനസ് N1 പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 2. ഇവിടെ ഒരു N 5 ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ N 1 ആണ്. സോ N2-ൻ്റെ വാല്യൂ 5ഉം N1-ൻ്റെ വാല്യൂ 1ഉം കൊടുത്താൽ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആൻഡ് പൊസിഷൻ ഓഫ് എ മൈന്യൂട്ട് പാർട്ടിക്കിൾ ഇൻ സ്പേസ് ആർ 2.1 into 10 raised to minus 26. Uncertainty in velocity 2.4 into 10 raised to minus 26 meter per second ആണ്. Uncertainty in position 10 raised to minus 7 meter ആണ് respectively. The mass of the particle is uncertainty in position തന്നിട്ടുണ്ട്, uncertainty in velocity തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മാസ് ആണ് ചോദിച്ചത്. ഹെയ്സൻബർഗ്സിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചല്ലേ? എന്താ ഹെയ്സൻബർഗ്സിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞേ? ഇറ്റ് ഈസ് impossible to determine exact position and exact momentum of a microscopic moving particle. Uncertainty, ഹെയ്സൻബർഗ്സിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചല്ലേ? എന്താ ഹെയ്സൻബർഗ്സിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് ഇൻറ്റു അൺസർട്ടൻ മൊമെന്റം ഡെൽറ്റ പി. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. പി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ്. പി ഈസ് ഈക്വൽ ടു മൊമെന്റം, പി ഈസ് ഈക്വൽ ടു എം വി അല്ലേ? സോ എന്ത് കൊടുക്കാം? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4π കൊടുക്കാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ എം എന്ത് വരും? h/4π ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടും. എച്ചിൻ്റെ വാല്യൂ എത്രയാ? 6.626 ഇൻറ്റു 10 raised to minus 34 ജൂൾ സെക്കൻഡ് കിട്ടും. ക്ലിയർ അല്ലേ? ഫോർ പൈൻ്റെ വാല്യൂ 3.14. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ 10 raised to minus 7 തന്നിട്ടുണ്ട്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ വോളിയം
2.4 ഇൻറ്റു 10⁻⁻26 തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈ വാല്യൂ നിങ്ങൾക്ക് കിലോഗ്രാമിലാണ് കിട്ടുക. കാരണം മീറ്റർ സെക്കൻഡ് വാല്യൂ നിങ്ങൾക്ക് കിട്ടുക കിലോഗ്രാമിലാണ് കിട്ടുക. അതിന് നിങ്ങൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാമിൽ ആൻസർ കിട്ടും. അതിൻ്റെ വാല്യൂ 22 ആണ് വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക, ഈ വാല്യൂ ചെയ്ത് നോക്കുക. സോ ഒന്നുമില്ല, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ടുണ്ട്, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട്, മാസ് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈക്വൽ ടു h/4π എന്നുള്ള ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ എല്ലാവരും നോക്കിക്കോ. AX is a covalent diatomic molecule where A and X are secondary row element of periodic table based on molecular orbital theory. The bond order of AX is 2.5. The total number of electrons in AX is AXന്റെ ബോണ്ട് ഓർഡർ 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ AXനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് രണ്ടാണ് ചോദിച്ചത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ബോണ്ട് ഓർഡറിന്റെ വാല്യൂ 2.5 തന്നിട്ടുണ്ട്. എന്താ ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. പഠിച്ചല്ലേ? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹാഫ് ഇൻറ്റു ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ which is equal to 2.5 ആണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ എന്ത് കിട്ടും? ഈ 1/2 അപ്പുറം പോയാൽ 2 × 2.5 5 കിട്ടും. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ 5 ആണ്. ഏതാ പോസിബിൾ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ 10ഉം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ 5ഉം. ക്ലിയർ അല്ലേ? സോ 10 - 5 വരും. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര വരിക? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ 10 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ 5 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 5 15. ഇതാണ് പോസിബിൾ. സോ ആൻസർ 15 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്നീ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നീ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏത് ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സെക്ഷൻ 2 എക്സ്പെക്ട് ചെയ്യേണ്ടത്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നാളെ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ഡിസ്കഷൻ ആണ്. സോ കൃത്യമായിട്ട് പഠിച്ചിട്ട് കൃത്യം 8 മണിക്ക് നിങ്ങൾ ലൈവ് ഡിസ്കഷനിൽ വരിക, അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.